നമസ്കാരം. ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ജനറൽ ഇലക്ഷനും അതിൻ്റെ റിസൾട്ടുകളും ഈ ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസമായി തോന്നാവുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മുൻപ് ബംഗ്ലാദേശ് ഭരിച്ചിട്ടുള്ള നാഷണലിസ്റ്റ് പാർട്ടി, അത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ബീഗം ഖാലിദ സിയായുടെ മകൻ താരിഖ് റഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ ആ ഇലക്ഷൻ അവർ ജയിച്ചിട്ടുണ്ട്. ഏകദേശം അവർ നേടിയിട്ടുള്ളത് 209 സീറ്റാണ്. ഏകദേശം 2 ഭൂരിപക്ഷം നേടാൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. 350 സീറ്റുകളാണ് പാർലമെന്റിൽ മൊത്തമുള്ളത്. അതിൽ 300 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. ബാക്കി 50 സീറ്റിലേക്ക് നോമിനേറ്റഡ് മെമ്പേഴ്സാണ്. അപ്പൊ ഇലക്ഷൻ നടന്ന 300 സീറ്റുകളിൽ ഒരു സീറ്റിൽ ആൾ മരിച്ചു പോയിട്ടുണ്ട്. 2 സീറ്റിലെ ഇലക്ഷൻ റിസൾട്ടുകൾ വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ BNPക്ക്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് 209 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ വിപ്ലവം നടത്തുകയും ഇതിനു മുൻപുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ പുറത്താക്കുകയും ചെയ്ത ആ വിപ്ലവം നയിച്ച ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിനും, ജമായത്തെ ഇസ്ലാമിയുടെ വടിയായി മുൻപിൽ നിന്ന് പ്രവർത്തിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ പാർട്ടി, ജൻസി പാർട്ടി എന്നൊക്കെ വിളിക്കുന്ന പാർട്ടിയും ഇലക്ഷനിൽ അത്ര മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റിയില്ല. ജമായത്തെ ഇസ്ലാമിക്ക് 68 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ജമായത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദ സംഘടനയാണ്. ഇസ്ലാമിക ഭരണകൂടം ശരീഅത്ത് നിയമം നടത്തണമെന്നും ബാക്കിയുള്ള ആളുകളെ മുഴുവൻ കൊല്ലണമെന്നും ഒക്കെ ചിന്തിക്കുന്ന, ഇന്ത്യയോട് ബദ്ധ ശത്രുത പുലർത്തുന്ന, പാകിസ്ഥാനിലെ മത തീവ്രവാദികളുടെ ഒരു കൈയായി പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമിയാണ് ബീഗം ഖാലിദ സിയ ഗവൺമെന്റിനെ ഒരു വിപ്ലവത്തിലൂടെ പുറത്താക്കിയത് നമുക്കറിയാം. അപ്പൊ ആ വിപ്ലവം നടത്തിയ, അതിന് ലീഡ് ചെയ്ത ജമായത്തെ ഇസ്ലാമിക്ക് 68 സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിലുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് മനസ്സിലാക്കണം. ഇനി അവർ ടൂളായിട്ട്, അവരുടെ കൈയായിട്ട് അവരെ മുൻപിൽ നിർത്തി പ്രവർത്തിപ്പിച്ച് ജൻസി പാർട്ടിക്ക് കിട്ടിയത് വെറും 6 സീറ്റ് മാത്രമാണ്. ബാക്കി സീറ്റുകളിൽ സ്വതന്ത്രന്മാരും കൊച്ചു കൊച്ചു പാർട്ടികളും ഒക്കെ ആയിട്ട് ജയിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, 3-2 ഭൂരിപക്ഷത്തോടെ ഈ BNP മുൻപിൽ നിൽക്കുകയാണ്. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാവാനാണ് സാധ്യത. അപ്പം ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ആള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഗം ഖാലിദ സിയയുടെ മകനാണ്. നമുക്കറിയാവുന്ന പോലെ ബീഗം ഖാലിദ സിയ 2 പ്രാവശ്യമാണ് ഈ ബംഗ്ലാദേശ് ഭരിച്ചിട്ടുള്ളത്. അവര് സിയാഉർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റിന്റെ മകനാണ്. ചരിത്രത്തിലൂടെ നമ്മൾ പുറകോട്ട് പോകുന്ന സമയത്ത് 1971 ബംഗ്ലാദേശ് ഇന്ത്യയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെന്നൊക്കെ നമുക്കറിയാം. നമുക്കതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വലിയൊരു യുദ്ധം നടത്തിയാണ് ആ രാജ്യത്തെ സ്വതന്ത്രമാക്കിയെടുത്തത്. അത് നമ്മളുടെ ഒരു ഡോട്ടർ കൺട്രി എന്നതുപോലെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയ ഒരു രാജ്യമായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസ് ഗവൺമെന്റുകൾ, അവർക്ക് മുസ്ലിമുകളോടുള്ള താല്പര്യം നമുക്കറിയാം. അപ്പൊ ആ താല്പര്യത്തോടു കൂടി അവര് കോൺഗ്രസ് ഗവൺമെന്റുകൾ അങ്ങേയറ്റം ചേർത്ത് നിർത്തിയിരുന്ന ബംഗ്ലാദേശ് ഇന്ത്യയുടെ വലിയൊരു ശത്രുവായിട്ട് വളരെ പെട്ടെന്ന് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അവിടെ ഈ പറയുന്ന ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആള്. മുജീബുൾ റഹ്മാൻ 1971 ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ഇന്ത്യ വാങ്ങിക്കൊടുക്കുന്നത്. 71 മുതൽ 75 വരെ അദ്ദേഹം ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു ആ രാജ്യത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും. അദ്ദേഹത്തെ 75 മിലിറ്ററി കൂ വഴി പുറത്താക്കി അദ്ദേഹത്തെ വധിക്കുകയാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ മൊത്തമായിട്ട് വധിച്ചു കളഞ്ഞു. അന്ന് ഈ ഷെയ്ഖ് ഹസീന യൂറോപ്പിൽ ഒരു ടൂറിലായിരുന്നുകൊണ്ട് മാത്രം അവരുടെ തല രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ അവരെ ഇന്ന് ഇന്ത്യയിൽ അഭയം പ്രാപിക്കാനൊന്നും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ആ കഥയിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ 75 അധികാരഭ്രഷ്ടനാക്കി, പട്ടാളത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. പട്ടാളം എൻ ബ്ലോക്ക് ആയിട്ടല്ല അത് ചെയ്തത്, പട്ടാളത്തിലെ ഒരു വിഭാഗമാണ്. അത് മുജീബുർ റഹ്മാന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചതാണ്. അതിനെക്കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ അദ്ദേഹത്തെ അവര് കൊന്നുകളഞ്ഞു, കുടുംബത്തോടെ കൊന്നുകളഞ്ഞ് പിന്നീട് അവിടെ അധികാരത്തിൽ വരുന്നത് അന്ന് പട്ടാളത്തിൽ തന്നെ ഉണ്ടായിരുന്ന സിയാഉർ റഹ്മാനാണ്. സിയാഉർ റഹ്മാന് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല. ഈ ഇദ്ദേഹത്തിന്റെ ഈ മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തില് സിയാഉർ റഹ്മാന് നേരിട്ട് പങ്കില്ല. അദ്ദേഹവും അന്ന് പട്ടാളത്തിലെ ജനറലാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിൽ നേരിട്ട് പങ്കില്ല. ഈ 71 ഇദ്ദേഹം വധിക്കപ്പെട്ടു. പിന്നീട് അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായി. എപ്പോഴും ബംഗ്ലാദേശിലെ സ്ഥിതി അത് തന്നെയാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് അതങ്ങനെ നീണ്ടു പോകും. ആ ഇൻസ്റ്റബിലിറ്റിക്ക് കാരണക്കാരായവരല്ല ഭരണത്തിൽ വരിക, അതിന്റെ ഗുണഭോക്താക്കൾ വേറെ ആയിരിക്കും. ഇപ്പോഴും സംഭവിച്ചത് തന്നെയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി അത് ചെയ്തെങ്കിലും അതിന്റെ ഗുണഭോക്തായി വന്നത് താരിഖ് റഹ്മാനാണ്. അപ്പൊ അതുപോലെ തന്നെ 75
ഈ മുജീബുർ റഹ്മാന്റെ തല വെട്ടിയെങ്കിലും വെട്ടിയവർക്ക് അതിന്റെ ഗുണം കിട്ടിയില്ല. സിയാവുർ റഹ്മാനാണ് പിന്നീട് 77 പ്രസിഡന്റായിട്ട് ഭരണത്തിൽ വരുന്നത്. അദ്ദേഹം പട്ടാളക്കാരൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പട്ടാള ഭരണം പിന്തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുന്നു. അത് 81 വരെ, 77 മുതൽ 81 വരെ അദ്ദേഹത്തിന് ഭരണത്തിൽ ഇരിക്കാൻ സാധിച്ചു. പക്ഷെ 81 വീണ്ടും മിലിറ്ററി കൂ വരുന്നു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പിന്നീട് കുറച്ചു കാലം ഭരണത്തിൽ ഇൻസ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഇദ്ദേഹത്തെ മിലിറ്ററി കൂല് കൊന്നുകളഞ്ഞ ആളല്ല അതിന്റെ നേതാവായിട്ട് വന്നത്. അപ്പോഴും പട്ടാളത്തിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ മിലിറ്ററി കൂ നടത്തിയ വിഭാഗത്തെ ഗവൺമെന്റിനോട് ചേർന്ന് നിന്നിരുന്ന വിഭാഗം കീഴ്പ്പെടുത്തുകയും പിന്നീട് ഹസൈൻ മുഹമ്മദ് ഇർഷാദ് എന്ന് പറയുന്ന ആൾ ഭരണത്തിൽ വരികയും ചെയ്തു. അപ്പം ഇർഷാദാണ് പിന്നീട് പട്ടാള മേധാവിയായിട്ട് അവിടെ ഭരണത്തിൽ വരുന്നത്. അപ്പൊ ഇർഷാദ് നേരിട്ടല്ല സിയാവുർ റഹ്മാനെ കൊന്നത്. ഇർഷാദിന്റെ അന്ന് ബംഗ്ലാദേശ് പട്ടാളം 2 കഷ്ണമായി നിന്നുകൊണ്ട് ആ കൊലപാതകം നടത്തിയ വിഭാഗത്തിന് ഭരണം പിടിക്കാൻ പറ്റിയില്ല. അവരെ പുറത്താക്കിക്കൊണ്ട് ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന ഹുസൈൻ മുഹമ്മദ് ഇർഷാദിന്റെ പട്ടാള വിഭാഗം ഭരണം പിടിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ആളെ, അതായത് മുജീബുർ റഹ്മാനെ കൊന്നുകളഞ്ഞ ആളുകളെ വാസ്തവത്തിൽ സിയാവുർ റഹ്മാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. മുജീബുർ റഹ്മാനെ കൊന്നവർക്ക് ഭരണം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സിയാവുർ റഹ്മാൻ 77 ഭരണത്തിൽ വന്ന ശേഷം മുജീബുർ റഹ്മാനെ വധിച്ചവരെ അദ്ദേഹം ശിക്ഷിക്കാനും തയ്യാറായില്ല. അദ്ദേഹത്തിന് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഈ സിയാവുർ റഹ്മാനെ വധിച്ചു കളഞ്ഞ പട്ടാളക്കാരെ ഈ ഇർഷാദ് അവരെല്ലാം പിടിച്ച് ശിക്ഷിച്ച് എല്ലാത്തിനും കൊന്നു കളഞ്ഞു. ഏകദേശം 20ഓളം മിലിറ്ററി കമാൻഡർമാരെ തൂക്കിക്കൊല്ലുകയുണ്ടായി. അപ്പൊ ഈ പറയുന്ന ഇർഷാദ് പിന്നീട് 1983 മുതൽ 1990 വരെ ഇർഷാദായിരുന്നു ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ BNP എന്ന് പറയുന്ന പാർട്ടി സിയാവുർ റഹ്മാൻ അന്ന് സ്ഥാപിച്ചു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി സിയാവുർ റഹ്മാൻ സ്ഥാപിച്ചു. അപ്പൊ ഈ ആദ്യം വധിക്കപ്പെട്ട പ്രസിഡന്റിന്റെ, അതായത് മുജീബുർ റഹ്മാന്റെ മകളെ ഷെയ്ഖ് ഹസീന, ഞാൻ പറഞ്ഞു അവര് കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ വധിക്കപ്പെടേണ്ട ആളായിരുന്നു. പക്ഷെ അവരതിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പിന്നീട് ബംഗ്ലാദേശിലെത്തി. ആദ്യം അവർ യൂറോപ്പിലായിരുന്നോളാണ് രക്ഷപ്പെട്ടത്. പിന്നീട് ഇന്ദിരാഗാന്ധി അവരെ വിളിച്ച് അഭയം കൊടുത്തു. 75 മുതൽ 81 വരെ അവര് ഇന്ത്യയിൽ പാർത്തിട്ടുണ്ടായിരുന്നു ഒരു അഭയാർത്ഥിയായിട്ട്. ഇപ്പോഴും അവർ ഇന്ത്യയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഷെയ്ഖ് ഹസീന പിന്നീട് ഈ ഇർഷാദിന്റെ ഭരണകാലത്ത് അവര് തിരിച്ച് ബംഗ്ലാദേശിലെത്തുന്നു. അതുപോലെ ഈ സിയാവുർ റഹ്മാന്റെ ഭാര്യ ഖാലിദ സിയ അവരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും. സിയാവുർ റഹ്മാന്റെ മരണശേഷം ഈ സിയാവുർ റഹ്മാൻ സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വം ഈ ഖാലിദ സിയ ഏറ്റെടുക്കുന്നു. അപ്പൊ ഖാലിദ സിയയും ഷെയ്ഖ് ഹസീനയും ഒന്നിച്ചാണ് പിന്നീട് അവിടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് മുന്നേറ്റം കൊടുക്കുന്നത്. ഇർഷാദിന്റെ മിലിറ്ററി ഭരണകാലത്ത് ജനാധിപത്യ മുന്നേറ്റങ്ങൾക്ക് ഇവർ ഒന്നിച്ച് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ 90-ൽ ഇവരുടെ ആ ജനാധിപത്യ വിപ്ലവം വിജയിക്കുകയും 90-ൽ അങ്ങനെ ഇർഷാദ് ഭരണം നടത്തുവാൻ വേണ്ടി ഇലക്ഷൻ നടത്തുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ ഇലക്ഷന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരുന്നത് ഖാലിദ സിയയാണ്. ഖാലിദ സിയ അധികാരത്തിൽ വരുന്നു. അപ്പൊ ആദ്യത്തെ ഇലക്ഷനിൽ ഖാലിദ സിയ അധികാരത്തും ഷെയ്ഖ് ഹസീന പ്രതിപക്ഷത്തുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1990 മുതൽ 96 വരെയുള്ള ഭരണത്തില് അവര് ഭരണം നയിക്കുന്നു. പിന്നീട് അടുത്ത ഇലക്ഷനിൽ ഖാലിദ സിയ ജയിക്കുന്നു. പിന്നീട് 2001-ൽ വീണ്ടും ഇലക്ഷൻ വരുന്നു. 2001 ഇലക്ഷനിൽ വീണ്ടും ഖാലിദ സിയ ജയിക്കുന്നു. സോ ഷെയ്ഖ് ഹസീന ഒന്നാമത്തെ 90-ന് ശേഷമുള്ള ഒന്നാമത്തെ ഇലക്ഷനിൽ ഖാലിദ സിയ ജയിക്കുന്നു. രണ്ടാമത്തെ ഇലക്ഷനിൽ ഷെയ്ഖ് ഹസീന ജയിക്കുന്നു. അപ്പൊ ഇവര് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമായിട്ട് അവരുടെ ഇടയിൽ ശത്രുത ഫോം ചെയ്തു വരുന്നു. 2001 ഇലക്ഷനിൽ വീണ്ടും ഖാലിദ സിയ ജയിക്കുന്നു. അപ്പൊ ഖാലിദ സിയയ്ക്ക് 2 ഭരണ ടേമാണ് കിട്ടിയിട്ടുള്ളത്. 90 to 96 എന്നുള്ള ഭരണ ടേം ഉണ്ട്. പിന്നീട് 2001 മുതൽ 2006 വരെയുള്ള ഭരണ ടേമുണ്ട്. പക്ഷേ ഈ 2001 മുതൽ 2006 വരെയുള്ള ഭരണ ടേമില് അമേരിക്കയിലെ ഒരു ന്യൂട്രൽ ഏജൻസിയുടെ സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കറപ്റ്റ് ഗവൺമെന്റ് ഇവരുടേതായിരുന്നു, ഈ ഖാലിദ സിയയുടേതായിരുന്നു. ഈ കറപ്ഷന് നേതൃത്വം കൊടുത്ത ആള് അവരുടെ ഇപ്പോൾ മകൻ താരിഖ് റഹ്മാനാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന താരിഖ് റഹ്മാനാണ് ഈ കറപ്ഷൻ നേതൃത്വം കൊടുത്തത്. അപ്പൊ 2006-ൽ വീണ്ടും ഇവരുടെ ഈ കറപ്റ്റ് ഗവൺമെന്റ് ഒരു ഇലക്ഷൻ നടത്തിയെങ്കിലും അത് വീണ്ടും പൊളിറ്റിക്കൽ ടർമോയിലിൽ വരുന്നു. പട്ടാളം വീണ്ടും ഭരണം പിടിക്കുന്നു. പട്ടാളം ഭരണം പിടിച്ച് അത് ഒരു ഇന്ററിം ഗവൺമെന്റ് ഒക്കെ അവിടെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇന്ററിം ഗവൺമെന്റ് പിന്നീട് അവരെ ഇലക്ഷൻ നടത്തുന്നു. 2008-ൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരും. അപ്പൊ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതോടെ ഇന്ററിം ഗവൺമെന്റ് തന്നെ ഈ ഖാലിദ സിയയെയും ഈ താരിഖ് റഹ്മാനെയും വേറെ ഒരു മകനെയും കൂടി ചേർത്ത് ഹൗസ് അറസ്റ്റിലൊക്കെ ആക്കുന്നുണ്ട്. ഇവരുടെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന്, കേസുകളെ തുടർന്ന്.
അപ്പൊ അത് കഴിഞ്ഞ് 2008 ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരുന്നു. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇവരുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഗവൺമെന്റ് ഹൗസിൽ നിന്ന് ഈ ഖാലിദാസിയെ ചവിട്ടി പുറത്താക്കുന്നു, ഖാലിദാസിയെ മക്കളെയും. അങ്ങനെ അവർ ഖാലിദാസിയെ വലിയൊരു ഫൈറ്ററാണ്. അവരങ്ങനെ കീഴടക്കി കൊടുക്കുന്ന ആളല്ല, അങ്ങനെ ഓടിപ്പോകുന്ന ആളുമല്ല. അവർ സ്ട്രീറ്റിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു. ആ കേസ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഖാലിദാസിയെ പിന്നീട് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്ന ശേഷം വീണ്ടും ഇലക്ഷൻസ് പലതും നടന്നെങ്കിലും എല്ലാ ഇലക്ഷനിലും അവർ ജയിക്കുന്നു. ഈ ഇലക്ഷനെ സംബന്ധിച്ചൊക്കെ ഡിസ്പ്യൂട്ടുകളുണ്ട്. എന്തായാലും തുടർച്ചയായിട്ട് അവർ ജയിക്കുകയാണ് ചെയ്യുന്നത്. 2024 ഇലക്ഷനും അവർ തന്നെയാണ് ജയിച്ചത്. 2018 ഒരു കോടതി വിധി പ്രകാരം ഈ ഷെയ്ഖ് ഹസീനയെയും മകനെയും 17 വർഷത്തെ തടവിന് ശിക്ഷിക്കുന്നുണ്ട്. പക്ഷെ 2008 തന്നെ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന മോൻ, അവൻ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിൽ അഭയം പ്രാപിക്കുന്നു, ലണ്ടനിൽ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് 2008 മുതൽ പുള്ളി ബംഗ്ലാദേശ് കണ്ടിട്ടില്ല. പുള്ളി പിന്നെ ബംഗ്ലാദേശ് കാണുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ജനുവരിയിൽ ബംഗ്ലാദേശിൽ തിരിച്ചെത്തുന്ന സമയത്താണ്. അതുവരെ അദ്ദേഹം ലണ്ടനിൽ ഒളിവിൽ പാർക്കായിരുന്നു. കാരണം കേസുകളുണ്ട്, വന്നു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിടും. പക്ഷേ ഇദ്ദേഹത്തിന്റെ അമ്മ അങ്ങനെയല്ല, അവരൊരു ഭയങ്കര ഫൈറ്ററാണ്. അവരിവിടുന്ന് പോകാനും തയ്യാറായില്ല. അവരവിടെ സ്ട്രീറ്റിൽ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ 2018 അവർ ശിക്ഷിക്കപ്പെടുന്നു, അവർ ജയിലിൽ പോകുന്നു. അവർ ജയിലിൽ പോയ ശേഷം അവർ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് ഈ 2024 ജൂലൈ മാസത്തിൽ നടന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഈ റൈറ്റിന് ശേഷമാണ്. റൈറ്റ് കഴിഞ്ഞ് അവിടുന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ഓടിപ്പോരുന്നു. അതോടുകൂടി ഇവരുടെ കോടതികൾ വീണ്ടും ഈ ഷെയ്ഖ് ഖാലിദാസിയെയും അവരുടെ മകൻ താരിഖ് റഹ്മാനെയും കേസുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. 2-3 മാസം സമയമെടുത്തു. അങ്ങനെ കേസുകളിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ താരിഖ് റഹ്മാൻ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വരുന്നത്. പക്ഷേ 2026 ജനുവരിയിൽ ഈ ഖാലിദാസിയ മരിച്ചുപോയ കാര്യം നമുക്കറിയാം. അപ്പം ഇതിന്റെ പാർട്ടിയുടെ ചെയർമാനായിട്ട് താരിഖ് റഹ്മാൻ വരുന്നു. അതാണ് ഇപ്പോഴത്തെ റിസൾട്ടിന് നമ്മൾ കാണുന്നത്. ഇനി ഖാലിദാസിയ, അപ്പൊ ഞാൻ നേരെ സൂചിപ്പിച്ചത് ഖാലിദാസിയ 2 ടേമാണ് അവിടെ ഭരിച്ചിട്ടുള്ളത്. ഈ BNP 2 ടേം, ഇത് BNPയുടെ 3ാമത്തെ ടേമാണ് ഇപ്പോൾ ഈ ഭരണത്തിൽ വരുന്നത്. ബാക്കിയുള്ള സമയം മുഴുവൻ ഇവിടെ ഭരിച്ചിരുന്നത് ഈ ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർക്ക് സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ്. അവരുടെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് 1948 മുതൽ അവിടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത്. അതിന്റെ തലവൻ എന്ന നിലയ്ക്കാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ 71 പ്രസിഡന്റ് ആവുന്നത്. 75 അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഒരു നല്ല ഭരണകർത്താവായിരുന്നില്ല, നല്ലൊരു സമര നേതാവായിരുന്നെങ്കിൽ നല്ലൊരു ഭരണകർത്താവായിരുന്നില്ല. ഇന്റർനാഷണൽ ഫിഗറൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഒത്തിരി ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒത്തിരി ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നാട് ഭരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വലിയ പരാജയമായിരുന്നു. അപ്പോൾ അവിടെ പട്ടിണിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഇദ്ദേഹത്തിനെതിരെ ധാരാളമായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ ഇദ്ദേഹം എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെന്റുകളെയും ബാൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പാർട്ടി മാത്രം മതി ബംഗ്ലാദേശിൽ നിന്ന് 75 തീരുമാനിക്കുകയും കൂടാതെ ലൈഫ് ടൈം പ്രസിഡന്റായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാനാണ് ഇനി ഈ എന്റെ മരണം വരെ ഞാനാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനത്തെ തുടർന്നാണ് അവിടെ മിലിറ്ററി കൂ ഉണ്ടാവുന്നതും അദ്ദേഹം കൊല്ലപ്പെടുന്നതും. അദ്ദേഹത്തെ കൊല്ലുന്ന സമയത്ത് കുടുംബത്തോടെയാണ് പട്ടാളക്കാർ അവരെ വധിച്ചു കളഞ്ഞത്. അപ്പൊ ഈ ഷെയ്ഖ് ഹസീനയും ഹസ്ബൻഡും ഷെയ്ഖ് ഹസീനയുടെ ഒരു സഹോദരിയും അന്ന് അവര് യൂറോപ്യൻ ടൂറിലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവരുടെ തല രക്ഷപ്പെട്ടത്. അവര് അവിടുന്ന് അന്ന് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിന്റെ ഡിപ്ലോമാറ്റ്സിന്റെ അടുത്ത് അംബാസഡറിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ അഭയം പ്രാപിച്ചു. ഇത് 75 സംഭവിക്കുന്നത്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഭരണത്തിലുള്ളത്. അപ്പൊ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇങ്ങോട്ട് ഇന്ത്യയിൽ പോരാ, നിങ്ങൾക്ക് അഭയം തരാം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഷെയ്ഖ് ഹസീനയും കുടുംബത്തെയും ഇന്ത്യയിലേക്ക് വിളിച്ച് അവര് 1981 വരെ ഈ ഷെയ്ഖ് ഹസീനയും കുടുംബത്തെയും ഡൽഹിയിൽ പാർപ്പിക്കാനുണ്ടായിട്ടുള്ളത്. അങ്ങനെ 81 ഈ മുജീബുർ റഹ്മാൻ വധിക്കപ്പെട്ടതിന് ശേഷമാണ് ഷെയ്ഖ് ഹസീനയും കുടുംബവും പിന്നീട് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ ബംഗ്ലാദേശ് തിരിച്ചുപോയി. പിന്നീട് അവർ അവാമി ലീഗിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു നേതാവായിട്ട് അവർ ഉയരുകയും ചെയ്തു. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1991 ഇലക്ഷനിൽ അവർ പ്രതിപക്ഷത്തായിരുന്നു. പിന്നീട് 96 അവർ പ്രൈം മിനിസ്റ്ററായി. 96 പ്രൈം മിനിസ്റ്ററായി. 2008 വീണ്ടും പ്രൈം മിനിസ്റ്ററായി. 2014 18 24 ഇലക്ഷൻസ് നടന്നു. ആ ഇലക്ഷൻസിലൊക്കെ അവർ വിജയിക്കുകയാണ് ചെയ്തത്. അവരുടെ കാലത്തും ഇതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുകയും ആളുകളെ കൊന്നു എന്നും ജയിലിലിട്ടു എന്നും പ്രതിപക്ഷത്തെ അടിച്ചമർത്തി എന്നൊക്കെ എല്ലാത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ എല്ലാ ഈ മുസ്ലിം തേർഡ് വേൾഡ് കൺട്രീസിൽ ഉണ്ടാവുന്ന, അതായത് രാജഭരണം ഇല്ലാതെ ഡെമോക്രസി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങൾ ഉണ്ടാവുന്ന പോലത്തെ എല്ലാത്തരം തല്ലിപ്പൊളിത്തരങ്ങളും ഈ ബംഗ്ലാദേശ് പോളിറ്റിക്സിലുമുണ്ട്. പൊളിറ്റിക്സിലിരിക്കുന്നവർ അങ്ങേയറ്റം കറപ്റ്റ് ആയിരിക്കും. അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഭരണം. പ്രതിപക്ഷത്തുള്ളവരെ എല്ലാം ചവിട്ടി ജയിലിനകത്താക്കും. ഇപ്പൊ നമ്മുടെ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്ന കഥ നമുക്കറിയാം. ഇപ്പൊ അവരുടെ ഒരു പൊളിറ്റിക്കൽ
അവയർനെസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. കാരണം ദറ്റ് ഈ ശരീഅത്ത് എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിൽ കിടപ്പുണ്ടല്ലോ. ഇവിടെ നിന്ന് ശരീഅത്ത് നിയമമല്ല, ഡെമോക്രാറ്റിക് രാജ്യമാണ് ബംഗ്ലാദേശ്. എന്നാൽ പോലും ആ പറയുന്ന മതപഠനത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ധാരണ വളരെ വികലമാണ്. പ്രതിപക്ഷം എന്നുള്ള ഒരു കാര്യത്തെ അംഗീകരിക്കാനുള്ള ഒരു ശേഷി ഈ കൂട്ടർക്ക് വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ BNP ഇപ്പോൾ BNP അധികാരത്തിൽ വന്നു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ്? അപ്പൊ ഈ ഷെയ്ഖ് ഹസീന എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും നല്ല റിലേഷൻ പുലർത്തിയിരുന്ന ആളാണ്. കൂടുതൽ സമയം അവർ തന്നെയാണ് ഭരിച്ചിരുന്നത്. അപ്പൊ അവർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഏറ്റവും നല്ലതാണ്. നേരെ മറിച്ച് ഈ BNP ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാണ്. 1991 അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഖാലിദാസ് സിയ ചെയ്തത്, BNPയുടെ നേതാവായിട്ടുള്ള ഖാലിദാസ് സിയ ചെയ്തത്, ഇന്ത്യയെ കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സായിട്ട് അവർ ചൈനയെയും മുസ്ലിം രാജ്യങ്ങളെയും അവർ പ്രഖ്യാപിച്ചു. മുസ്ലിം രാജ്യങ്ങളും ചൈനയുമായിട്ടാണ് നമുക്ക് കൂടുതൽ ബന്ധം വേണ്ടത് എന്ന് അവർ പ്രഖ്യാപിക്കുക. അത് തന്നെ ഇന്ത്യയുമായിട്ടുള്ള, കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബംഗ്ലാദേശിന്റെ ഫ്രീഡത്തിനൊക്കെ വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്ത രാജ്യമാണ്. അപ്പൊ നമ്മളോട് അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് വല്ലാതെ വെറുപ്പുണ്ടാകും. കാരണം നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്ത് മറന്നുപോയല്ലോ. മാത്രമല്ല എപ്പോഴും ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ ഭാഗം അത്തരം ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു കോൾഡ് ലുക്ക് അവരുടെ ഭാഗത്തേക്ക്, ഒരു തണുത്ത നോട്ടം അവരുടെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നു. പിന്നീട് ഗംഗാ വാട്ടറിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു. ഗംഗയിലെ ജലം ഇന്ത്യ നിയമവിരുദ്ധമായിട്ട് അവർക്ക് കിട്ടാനുള്ള ഷെയർ ഗംഗ എന്ന് പറയുന്ന രാജ്യം, നദി ഇന്ത്യയിലൂടെയാണ് ഒഴുകി ഒരു ചെറിയ ഭാഗം, അവസാന ഭാഗം മാത്രമാണ് ബംഗ്ലാദേശിൽ ഒഴുകുന്നത്. അപ്പൊ ഗംഗാ വാട്ടറിന്റെ ബഹുഭൂരിഭാഗത്തിന്റെയും അവകാശങ്ങൾ നമ്മൾ തന്നെയാണ്. അപ്പൊ അതിലൊരു ഡാം കെട്ടി നമ്മളതിനെ ഹൂഗ്ലി റിവറിലേക്ക് തിരിച്ചുവിടുന്നുണ്ട്. അത് കൽക്കട്ട പോർട്ടില് ആവശ്യത്തിന് ജലം കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനെ എതിർത്തുകൊണ്ടാണ് ആദ്യം ഈ ഖാലിദാസ് സിയ ഇന്ത്യക്കെതിരെ വലിയ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നിലവിലുള്ള സമയത്ത് 1992 അവർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് നരസിംഹറാവു ആണ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ഇവിടെ ഈ ബംഗ്ലാദേശിലെ ഇമിഗ്രൻസിനെ കൊണ്ട്, കുടിയേറ്റക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം പറയുന്നു. അത് പറഞ്ഞതിന് അവർ തിരിച്ചടിച്ചത് ഇവിടുത്തെ ബംഗാളികളും സംസാരിക്കുന്ന ബംഗാളികൾ തന്നെയാണ് സർ, അത് നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നവരൊന്നുമല്ല, നിങ്ങളുടെ നാട്ടിലെ ബംഗാളികൾ തന്നെയാണെന്ന് മുഖത്തടിച്ചവർ മറുപടി പറയുകയും അത് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് 2001-2006 അവരുടെ ഭരണ കാലഘട്ടം, ഖാലിദാസ് സിയയുടെ സെക്കൻഡ് ടേം 2001-2006 ടേമാണ്. ആ ടേമിൽ അവർ ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഭരണത്തിലേറിയത്. അവാമി ലീഗിനെ തോൽപ്പിക്കാൻ അവർക്ക് ജമായത്തെ ഇസ്ലാമിയുടെ ആവശ്യമുണ്ടായിരുന്നു. ജമായത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കൈയാണെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെ വലിയ നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സഹകരണം മാത്രമേ ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവര് ഈ നോർത്ത് ഈസ്റ്റേൺ ഇൻസർജൻസി, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളും ഇൻസർജൻസി പ്രോബ്ലം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉൾഫയാണ്. ഇപ്പോഴത്തെ ഉൾഫാനെയൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ട്. അന്ന് ഉൾഫ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നു. ആസാം ഒരു സ്റ്റേറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസർജൻസി, അതിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേരാണ് ഉൾഫ. നമ്മുടെ പട്ടാളവുമായിട്ട് പലതവണ 1976 മുതൽ തുടരുന്ന ആ ഫൈറ്റ്, അതിന് ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹകരണം ഉണ്ടാവുകയും ഉൾഫയുടെ ക്യാപിറ്റൽ ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലം ബംഗ്ലാദേശിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തു UNP. ആ സമയത്ത് ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് ധാരാളമായിട്ട് ആയുധങ്ങൾ പിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പം ഇന്ത്യക്ക് അതൊരു വലിയ തലവേദനയായി തീർന്നു. ഈ ആസാം വേറിട്ട് പോകുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു തലവേദനയിലേക്ക് അത് എത്തി. ഏകദേശം 10-15,000 ആളുകൾ ഇതിന്റെ പേരിൽ അവിടെ ആസാമിൽ വധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ വലിയ തലവേദന ഈ കാലത്ത് ഉൾഫയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള വലിയ ഒരു കാര്യമാണ് ഈ UNPയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയ അകൽച്ചയുടെ അടിസ്ഥാനം. അപ്പൊ ഇന്ത്യയുടെ ഈ ഭാഗത്തുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ ഒക്കെ സഹായിക്കാനുള്ള പ്രവർത്തനം UNPയുടെ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് ഖാലിദാസ് സിയയുടെ കാലത്താണ് പിന്നീട് ഉൾഫയുടെ അവിടെയുള്ള എല്ലാ വിധത്തിലുള്ള അവരുടെ സെറ്റിൽമെന്റുകളും അവരുടെ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷൻസും അവിടുന്ന് തുടച്ചു നീക്കിക്കളഞ്ഞു. ഇന്ത്യയിൽ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പിടിച്ച് കൊന്നുകളഞ്ഞു. പിന്നെ നമുക്കറിയാം അവിടെ ഞാൻ ലീഡറിന്റെ പേര് വന്നുപോയി. അവര് അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ മോഡലിൽ ഇതുപോലെ തീവ്രവാദികളുടെ കുടുംബങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞു ഇപ്പോൾ ഉൾഫ ഓൾമോസ്റ്റ് ഡെഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ഉൾഫ ഡെഡ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ സഹകരണമാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് 2008 മുതൽ അവരാണ് ഭരണത്തിലുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റുകൾ നമ്മളോട് വലുതായി സഹകരിച്ചത് കൊണ്ടാണ് ഉൾഫയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ഏറ്റവും അധികം നിയന്ത്രിക്കാൻ സാധിച്ചത്. കാരണം ഈ ഉൾഫയുടെ ശരിക്കുള്ള സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പൊ ഈ ചൈനയിലേക്ക് ഇവർ പോകുന്നത് ഈ ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ടാണ് അതിർത്തി എന്ന് നമുക്കറിയാം. ഇന്ത്യയുമായിട്ടാണ്
അതിന്റെ 94% അതിർത്തിയും ഇന്ത്യയായിട്ടാണ്. അങ്ങ് ചെറിയൊരു ഭാഗം ബംഗാൾ ഉൾക്കടലിനോട് പടിഞ്ഞാറ് ഭാഗത്ത് ചേരുന്ന സ്ഥലത്ത്, അതിന് കിഴക്ക് ബംഗാൾ ഉൾക്കടല് ബംഗ്ലാദേശിന്റെ ഒരു ബോർഡർ ബംഗാൾ ഉൾക്കടലാണെന്ന് നമുക്കറിയാം. അതിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ബർമയുമായിട്ടൊരു ചെറിയ ബോർഡർ ഉണ്ട്. അപ്പൊ ഈ ഉൾഫ തീവ്രവാദികൾ ആ ബർമീസ് ബോർഡറിലൂടെ ബർമയിലേക്ക് കടന്ന് ചൈനയിൽ പോയിട്ട് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് ആയുധങ്ങൾ ഇവർ പ്രൊക്യൂർ ചെയ്തുകൊണ്ടിരുന്നത്. ചൈന ഇപ്പോഴും ഉൾഫയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചൈനയാണ് എല്ലാ കാലത്തും ഉൾഫയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചൈനീസ് ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ ആയുധങ്ങളൊക്കെ കടത്തിയിരുന്നത് ചൈനയിൽ നിന്ന് ബർമയിൽ കടന്ന് ബർമയിലൂടെ ബംഗ്ലാദേശിൽ കടന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആസാം പ്രദേശത്തേക്ക് കടത്തുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തത് പ്രധാനമായിട്ടും BNP ഗവൺമെന്റ് ആണ്. അപ്പൊ അതാണ് ഇന്ത്യക്ക് വാസ്തവത്തിൽ ഇവരോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർപ്പിന് കാരണം. പിന്നീട് 2002 ഈ UNP ഗവൺമെന്റ് ചൈനയെ അവരുടെ പ്രൈമറി മിലിറ്ററി സപ്ലയർ ആക്കി. അവിടെ നിന്ന് ടാങ്കുകൾ വാങ്ങിക്കുന്നു, ഫ്രിഗേറ്റ്സ്, ഈ നേവൽ വെസൽസ് വാങ്ങിക്കുന്നു, അതുപോലെ എല്ലാത്തരം മിലിറ്ററി എക്യുപ്മെന്റ്സും ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്നു. അപ്പൊ ചൈന അവരുടെ മേജർ മിലിറ്ററി എക്യുപ്മെന്റ് സപ്ലൈയിങ് പാർട്ണർ ആയിത്തീരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ കാലത്ത് സംഭവിക്കുന്നു. നമുക്ക് ഈ പറയുന്ന പോലെ 14,000 കിലോമീറ്റർ ബോർഡർ ഉണ്ട് ബംഗ്ലാദേശുമായിട്ട്. ബോർഡറിലൊക്കെ ഡിസ്പ്യൂട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ ഡിസ്പ്യൂട്ടുകൾ മോശമാവുന്നു. അതുപോലെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബംഗാളികൾ ഇന്ത്യയിലേക്ക് ചാടിക്കിടക്കുന്നു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ISISുമായിട്ട് ഈ ഖാലിദാസിയയുടെ ഗവൺമെന്റിന് കൊളാബറേഷൻ ഉണ്ടോ എന്ന് സംശയം വരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റുമായി ഇന്ത്യക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ 2007 അവർ ഔട്ട്സ്റ്റേഡ് ആയി. 2006 ഔട്ട്സ്റ്റേഡ് ആയി. പിന്നീട് 2008 ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് വരുന്നു. ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മളുടെ ബന്ധം മെച്ചപ്പെടുന്നു. ഈ ഉൾഫയൊക്കെ പോകുന്നു. ഈ പറഞ്ഞ ചൈനീസ് ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ട്. കാരണം ചൈന ഒഴിവാകാൻ പറ്റാത്ത ഒരു പാർട്ണറെ പോലെ ചൈന അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ തീരത്ത് വന്ന് കിടക്കുക എന്നുള്ളത്, ഇത്ര 14,000 കിലോമീറ്റർ ബോർഡറുള്ള ഒരു രാജ്യവുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുക എന്ന് ചൈനയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നമുക്ക് നിയന്ത്രിക്കാനായിരുന്നു. ഇനിയും BNP ആണ് വരുന്നത്. അത് എത്രത്തോളം ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. ഇനി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഉള്ള ബന്ധം എന്ന് വെച്ചാൽ ഇപ്പോഴും ബംഗ്ലാദേശിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റിയുടെ 20% ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അവരുടെ രാജ്യത്ത് 91% വെള്ളവും ഇന്ത്യയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. പാകിസ്ഥാൻ ഇതേ പ്രശ്നമുണ്ട് കേട്ടോ. പാകിസ്ഥാന്റെ വെള്ളവും മുഴുവൻ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യ കിട്ടിയാൽ പാകിസ്ഥാൻ വെള്ളം കുടിക്കില്ല, ഇന്ത്യ കിട്ടിയാൽ ബംഗ്ലാദേശ് വെള്ളം കുടിക്കില്ല. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. 91% വെള്ളവും ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് എത്തുന്നത്. കൂടാതെ റൈസ്, വീറ്റ്, ഓനിയൻ, ഉള്ളി, ഈ സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ട് എത്തുന്നത്. അവർക്ക് ആവശ്യമുള്ള അരിയോ ഗോതമ്പോ ഒന്നുമില്ല അവിടെ. ഇത് മുഴുവൻ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവർ കഴിയുന്നത്. കൂടാതെ കോട്ടൺ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പിന്നെ US നിന്ന് കോട്ടൺ ഇറക്കിയിട്ട് ടെക്സ്റ്റൈൽ ഗുഡ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസിന് 0% താരിഫാണ് US പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ പത്രങ്ങളൊക്കെ വലിയ തലക്കെട്ടായിട്ട് വന്നു. ഇതേ ഓഫർ ഇന്ത്യക്കുണ്ട്. അവിടുന്ന് നിങ്ങൾ കോട്ടൺ ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ ഈ ഡ്രസ്സ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് 0% താരിഫാണ്. ഇത് ബംഗ്ലാദേശിന് കൊടുത്ത സാധനം ഇന്ത്യക്കുണ്ട്. പക്ഷെ നമ്മുടെ പത്രങ്ങൾ അത് മിണ്ടിയില്ല. അപ്പം ഈ പറയുന്ന സംഗതി, ബംഗ്ലാദേശിന് കോട്ടൺ ഇല്ല. ബംഗ്ലാദേശ് ഇപ്പോൾ കോട്ടൺ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇവർ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക തിരിച്ച് അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഡ്രസ്സിന് 0% താരിഫ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന സംഗതി ഇന്ത്യക്ക് ഇവിടെ ആവശ്യമുള്ള കോട്ടൺ ഉണ്ട്. നമ്മൾ അമേരിക്കയിൽ നിന്ന് കോട്ടൺ വാങ്ങിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതിന് നമ്മുടെ ഇവിടുത്തെ കൃഷിക്കാരെന്ത് ചെയ്യും? അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. ഞാൻ പറയുന്നത് ഈ ബംഗ്ലാദേശിന് പ്രധാനമായിട്ടും കോട്ടൺ സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അവർ ചൈനയിൽ നിന്ന് കോട്ടൺ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് കോട്ടൺ അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് മുൻപോട്ട് പോകുന്നത്. 94% ബോർഡറും ഇന്ത്യ ആയിട്ടാണ്. അപ്പം എന്ത് ചെയ്യണമെങ്കിലും ഇന്ത്യയുമായിട്ട് ഒരു വഴക്കുണ്ടാക്കിയിട്ട് പാകിസ്ഥാൻ എക്സിസ്റ്റ് ചെയ്യാനാവില്ല, അത് ഉറപ്പാണ്. അപ്പം ആ ഒരു ബോധ്യം ഈ പറയുന്ന താരിഖ് റഹ്മാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം അദ്ദേഹം ഇലക്ഷനിൽ വന്നു, മോഡി അദ്ദേഹത്തെ അനുമോദിച്ചു, ഇന്ത്യയുടെ പ്രസിഡന്റും അനുമോദിച്ചു. കാരണം അവരെ കൂടെ നിർത്തുക എന്നുള്ള ഇന്ത്യക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇത്രയും വലിയ ബോർഡർ ഇന്ത്യയുമായിട്ടുള്ള രാജ്യമാണ്. അവർ നമ്മളുടെ കൂടെ നിൽക്കേണ്ടത് നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സംഗതിയാണ്. അതിന് തക്ക രീതിയിൽ നമ്മളുടെ ഗവൺമെന്റ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈക്വൽ ആയിട്ടൊരു പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ അവർ ഷെയ്ഖ് ഹസീനനെ വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡാണ് വെച്ചത്. ഒരു ഉത്തരവാദിത്തമുള്ള രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് ഷെയ്ഖ് ഹസീനനെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉൾഫ പോലത്തെ ഈ തീവ്രവാദ സംഘടനയെ മെതിക്കുന്നതിൽ അല്ലെങ്കിൽ ഒതുക്കുന്നതിൽ, ഇല്ലാതാക്കുന്നതിൽ ഇന്ത്യയെ അങ്ങേയറ്റം സഹായിച്ച ഒരു നേതാവിനെ നമുക്ക് അവരുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അവർ നമ്മുടെ നാട്ടിൽ വന്ന് അഭയം പ്രാപിച്ചതാണ്. അഭയം പ്രാപിച്ചവരെ എറിഞ്ഞാൽ അതിന് കാരണമുണ്ട്. കാരണം നമുക്ക് അവരെ കൊണ്ട് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് ഇവരെ തിരിച്ചു കൊടുക്കണമെന്നാണ്. പക്ഷെ ഈ പറയുന്ന താരിഖ് റഹ്മാനെ സംബന്ധിച്ച് ഇദ്ദേഹം വലിയ അഴിമതി കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ്.
ബംഗ്ലാദേശിൽ അദ്ദേഹത്തെ ബംഗ്ലാദേശ് കോടതികൾ തന്നെ 17 വർഷത്തെ തടവിന് ശിക്ഷിച്ചതാണ്. ആ തടവിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് പോയി താമസിച്ചത് ലണ്ടനിലാണ്. അപ്പൊ അദ്ദേഹവും ഈ ഷെയ്ഖ് ഹസീനയുടെ അതേ പൊസിഷനിൽ അവർ ലണ്ടനിൽ പോയി താമസിക്കണം. ഈ ഷെയ്ഖ് ഹസീനയുടെ കേസിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അവർ ഇന്റർനാഷണൽ കോർട്ട് എന്ന് പറയുന്ന നിയമത്തിന് പുറത്തുള്ള ഒരു കോടതി സ്ഥാപിച്ച് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കോടതിയാണ്. അപ്പൊ കോടതിയുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന്. ഒരു ലീഗലായിട്ടുള്ള ഒരു റെഗുലർ പ്രൊസീജിയർ ആയിരുന്നില്ല അത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകും, ഈ ചരിത്രം ഇതാണ്. മുൻപ് BNP ഗവൺമെന്റുകളൊക്കെ ഇന്ത്യയുടെ ഹോസ്റ്റൈലായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ആ ഹോസ്റ്റലിൽ ഇദ്ദേഹം തുടരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും കാലം ഇംഗ്ലണ്ടിലൊക്കെ താമസിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് പോളിഷ്ഡ് മൈൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം പോളിഷ്ഡ് മൈൻഡുള്ള ആളായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം അദ്ദേഹത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധി അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ചൈനയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങളോ ഒക്കെ ഉള്ള അവരുമായിട്ടൊക്കെ സൗഹൃദം ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ അധികം പ്രയോജനകരം ഇന്ത്യയുമായിട്ടൊരു സൗഹൃദമാണെന്ന് മനസ്സിലാക്കാനൊരു ബുദ്ധി അദ്ദേഹത്തിന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നിശ്ചയമായും അത് നമുക്കും അവർക്കും ഗുണകരമായി തീരും. ഒരു നല്ല അയൽവാസി എന്ന നിലയിൽ അടുത്തുണ്ടെങ്കിൽ നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്. അത് നല്ല നിലയിലാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ബംഗ്ലാദേശിന് ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അവിടെ നിന്ന് വർഗീയ ഭൂതം ഒഴിഞ്ഞു പോകട്ടെ എന്നും നമുക്ക് ആശിക്കാം.